ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മളിപ്പോൾ ഉള്ളത് കീഴ്ശേരിയിലാണ്. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളത്. നമ്മളുള്ളത് എന്താ വെച്ചാൽ തമ്പിലിൽ കണ്ടതുപോലെ തന്നെ സമൂസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കുകയാണ്. ഹോട്ടലുകൾ ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ പറയല്ലേ, ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് 5000 സമൂസ ഒരു ദിവസം വെക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. സുരയ്യ ബേക്കറി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ കീഴ്ശേരിയിൽ 2 ഷോപ്പുകളുണ്ട്. ഈ ഒരു ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന 5000 സമൂസ കേട്ടോ ഒരു ദിവസം. നമ്മൾ ഏറ്റവും നല്ല റെസിപ്പീസ്, അതായത് റംസാൻ സ്പെഷ്യൽ ആയിട്ടുള്ള, സാധാരണ നമ്മൾ ഉണ്ടാക്കാറാണല്ലോ, പക്ഷേ ഇത്തവണ ഈ റംസാൻ മുതൽ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ തേടി നടക്കുകയാണ് ഓരോ റെസിപ്പീസ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റെസിപ്പി മാത്രമേ ഇവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആളുകൾ പറയുന്ന ഒരു ഷോപ്പാണ് സുരയ്യ. അതുകൊണ്ട് തന്നെ ഇവിടുന്നാണ് നമ്മൾ ഇന്ന് എങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നത്, ആ ഒരു സീക്രട്ട് നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുതലാളി നമ്മളെ സുഹൃത്താണ്. ആദ്യം അദ്ദേഹത്തെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോയിട്ട് സമൂസ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കീഴ്ശേരി കേട്ടോ, കീഴ്ശേരി ബാലത്തുപുറായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സുരയ്യ ബേക്കറിയിൽ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. അതെ, നമ്മൾ ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടെ അല്ല കേട്ടോ, പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പുറത്താണ്. പക്ഷേ മൂപ്പരൊന്ന് കണ്ടിട്ട് പോരാ വെച്ചു. നമ്മുടെ ഫ്രണ്ട് തന്നെ കേട്ടോ, അതായത് നമ്മളെ സുഹൃത്ത് തന്നെയാണ്, നമ്മൾ ഇവിടെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെ, എവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതായത് സമൂസ നമ്മളെ ഇത് ഷോപ്പാണ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റ് നേരെ ഓപ്പോസിറ്റിലാണ്, ഗ്രേസ് മാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റംസാൻ സ്പെഷ്യൽ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലാവുന്നത് നിങ്ങളുടെ ഷോപ്പിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യായിരിക്കും. അപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും അല്ലേ? അതെ, 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഒറ്റ മേക്കറാണ്, ഒരു ഭണ്ഡാരിയാണ്. ഏതൊക്കെ ടൈപ്പ് വരുന്ന സമൂസ? നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പോകുന്നത് വെജിറ്റബിളും ചിക്കനുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ബീഫ് ചോദിക്കണമല്ലുണ്ട്, ബീഫ് ഉണ്ടാക്കലില്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടും പറയാനല്ലോ, നേരെ അവിടേക്ക് പോകാം. അവരവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് വെജിറ്റബിൾ സമൂസയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ അവിടേക്ക് പോകാം. നമുക്ക് അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ്. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട് നോക്കാൻ പോകാം അല്ലേ? അതെ, നമുക്ക് നമ്മോടൊപ്പം ഉള്ളത് പ്രസാദേട്ടനാണ്. ജസ്റ്റ് നമ്മൾ മൂപ്പരടുത്ത് പോയി നോക്കാം. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ സമൂസയുടെ വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതാ പ്രസാദേട്ടനാണ് നമുക്കിന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. സാധാരണ സമൂസ ഉണ്ടാക്കുന്ന ഇപ്പോൾ നമ്മൾ ഒരുപാട് സമൂസ ചെയ്യണം വിചാരിച്ചു, പക്ഷെ അതൊക്കെ അവരൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. ഷീറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുൾ തുടക്കം മുതൽ അവസാനം വരെ ഷീറ്റ് മുതൽ അതിൽ മസാല കൂട്ടിയിട്ട് അത് ഹോൾഡ് ചെയ്യുന്നത് വരെ ഫുള്ളായിട്ട് വേണമെന്നാണ്. നമ്മളിവിടെ പൊരി മാത്രം കടയിൽ ലൈവായിട്ട് കസ്റ്റമർ മുന്നിൽ നിന്നാണ് പൊരിച്ചു കൊടുക്കുന്നത്. ബാക്കിയൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ആക്കി. അതുപോലെ നിങ്ങളുടെ സീക്രട്ടും കൂടി ഇതിൽ പോട്ടോ വീഡിയോയിലൂടെ. അതായത് ഇവരുണ്ടാക്കുന്ന ചെറിയൊരു മിക്സിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ചെറുതായിട്ടുള്ള ഒരു മിക്സിംഗ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം സമൂസ വിറ്റ് പോകുന്ന ഇവരുടെ ആ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടോ ഡൗട്ട് ഉണ്ട്, കാരണം ഇവിടെ കുറേ മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ട്, ഇതിലിട്ടാണ് കുഴക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് 15 കിലോ മൈദ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോലെ അളന്നെടുത്തിട്ട് 15 കിലോ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് കുഴക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം ഉപ്പാണ് 5 കിലോയിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഇതേപോലെ തന്നെയാണോ കുറച്ച് സമൂസ ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്യുന്നത്? അതെ അതെ, എല്ലാ മെഷീനറി ഒരുപാട് സിമ്പിളാട്ടോ, അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ എത്രത്തോളം കുഴഞ്ഞ് നോക്ക്. ഇനി അടുത്തതായിട്ട് ഇത് കുഴച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നല്ല ടൈറ്റ് മാവിൽ കിട്ടണം, ടൈറ്റ് ആയിട്ട് കിട്ടണം. നല്ല ടൈറ്റ് ആണ്, നല്ല ടൈറ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടോ. അതാ ഈ ഒരു രീതിയിൽ എത്തുന്നത് വരെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാം അല്ലേ? ഇതേപോലെ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുഴച്ചെടുത്തതാട്ടോ, ഈ ഒരു മൈദയാണിത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് പരത്തിയിട്ട് ഷീറ്റ് ആക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് കേട്ടോ? ഇനിയിപ്പോൾ ഇത് നമ്മളിതാക്കുന്ന മാവ് ടേബിൾ മേലെത്തി നമ്മൾ നെക്സ്റ്റ് ഇതാക്കുന്നത് ഇത് ബോളാക്കുകയാണ്, ഓരോരോ ബോൾ പോകാൻ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഭായി കേട്ടോ. അസം സ്വദേശി കേട്ടോ, ഹിന്ദി അറിയില്ല. തുമാരാ നാം എന്താ തുമാരാ കയറി, അത്രേ അറിയുള്ളൂ. ഏതായാലും ഇതേപോലെ ബോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ അവിടെ ബായി അവിടെ ബോളാക്കി വെച്ചു. ആ ബോൾ പിന്നെ രണ്ടാമത്തെ ആളിലേക്ക് എത്തുകയാണ്.
അപ്പോൾ ഇനാമുൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബായിൻ്റെ അടുത്തെത്തി. ഇനി നമ്മളിത് പരത്തിയെടുക്കാൻ പോവാണ് അല്ലേ? ഇനാമുൽ. ഓക്കെ, സ്റ്റാർട്ട്. ഇതേപോലെ ആദ്യം കൈകൊണ്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അതിനുശേഷം വലിയൊരു അതിനുശേഷം നമ്മൾ മൈദയിലൊന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ പരത്തിയെടുക്കാം. പിന്നെ മൈദയിലേക്ക് കൊണ്ടുപോവുക, പിന്നെയും പരത്തിയെടുക്കാം. ഓക്കെ, അതേപോലെ ഫുള്ളായിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല, ഇതേപോലെ നമ്മൾ ഒരുപാട് ബോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോളെല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന ബോളിൽ 12 എണ്ണം എടുത്തതിന് ശേഷം 12 നന്നായിട്ട് പരത്തിയെടുത്തിട്ടോ. ഇത് കണ്ടോ, എല്ലാം ഒരേപോലെ കേട്ടോ, അത്രയ്ക്ക് എക്സ്പേർട്ട് ആയിട്ടുണ്ട് പരത്തലിൽ. എല്ലാം ഒരേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഓയിലേക്ക് അല്ലേ? ഓക്കെ, അടുത്തത് ഓയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ നേരത്തെ എടുത്ത ഇതിൽ നിന്ന് 12 ബോൾ ഉണ്ടാക്കി, ആ ഒരു 12 ബോളും ഇതേപോലെ ഓയിൽ പരത്തിയതിന് ശേഷം ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക. ഒരു ഭാഗത്ത് മാത്രം അല്ലേ? വൺ സൈഡ് അല്ലേ? ഒരു സൈഡിൽ മാത്രം ഓയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ഇനി മൈദ ഇട്ട് കൊടുക്കുക അല്ലേ? മൈദ ഇട്ട് കൊടുക്കുക. അതായത് ഇത് ഓരോന്നും നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മൈദ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെയും മൈദ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ 12 പീസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് പരത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം. ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് പരത്തുന്നതിന് മുമ്പ് ഇവർ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലെയറും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നിൽക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇതിലേക്ക് വിതറി കൊടുത്തു. അതിനുശേഷം അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഒരു ഭാഗത്തും ലെവൽ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ലെയറും കറക്റ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ഇവർ സ്റ്റിക്ക് ഉപയോഗിച്ച് പരത്തിയിട്ട് ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലാക്കി എടുക്കുകയാണ്. നന്നായിട്ട് പരത്തിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലാക്കുക. അതായത് രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടാണ് പരത്തുന്നത്. അതുപോലെ തന്നെ ആ ടൈമിലും ഇവർ ലെയർ കറക്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തി കൊടുത്ത് ഒരു സ്ക്വയർ ടൈപ്പിലാക്കി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കുകയാണ്. അതായത് ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ പൊറോട്ടക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റോസ്റ്റ് ആവാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഒരു ഭാഗം അത് വെച്ച് കൊടുക്കും. അതിനുശേഷം ചൂടായ ഉടനെ തന്നെ അതിൽ നിന്നും അടിയിലുള്ള ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗത്തില്ല ഒരു ഷീറ്റ് മാത്രമായിട്ട് വെച്ചെടുക്കും കേട്ടോ. അതേപോലെ ആ ഒരു ഷീറ്റ് മാത്രം അത് വെച്ചു. അപ്പോൾ ഇതേപോലെ ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഓരോന്നായിട്ട് സമൂസയുടെ ഷീറ്റ് ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നൈസായിട്ടല്ല കിട്ടുന്നത്, അതായത് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന അത്രയും നൈസായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ആ ഒരു മറിച്ചിടുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ ആ ഒരു ലെവലായി കിട്ടുന്നുണ്ട് അല്ലേ, വേവായി കിട്ടുന്നുണ്ട്. ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഒരു സമൂസയിലേക്ക് ആവശ്യമുള്ള ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഷീറ്റ് എടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്യുന്നു. നേരത്തെ ഫോൾഡ് ചെയ്യുന്നത് കറക്റ്റ് കണ്ടിട്ടില്ലല്ലോ. അതായത് ഒരു ഫോൾഡ് ചെയ്തു, രണ്ടാമതൊരു ഫോൾഡ് ചെയ്തു, 2 ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു സമൂസയുടെ ആ ഒരു വലിപ്പത്തിലുള്ള പീസുകൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10 പീസോളം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു ഫോൾഡിങ് നമ്മൾ നിർത്തുന്ന സമയത്ത് ഇതേപോലെ ഒരേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, അട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ട്. ഓരോ ലെയറും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ അട്ടിക്കായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് അതൊന്ന് ക്ലിയർ ചെയ്യാണ്. കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രം പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ 6 പൊറോട്ട. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്യാണ് ഈ ഒരു വലുപ്പത്തിൽ, അതായത് 2 പാർട്ടായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഷീറ്റ് അല്ലെങ്കിൽ സമൂസയുടെ ഓല എന്നൊക്കെ പറയുന്ന ഷീറ്റ് എന്ന് പറയുന്ന ആ സംഭവം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നിങ്ങൾ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ അല്ലേ, ഷീറ്റ് ഉണ്ടാക്കുന്ന ഭാഗം വരെ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, പ്രസാദേട്ടനെ പറഞ്ഞു വെജിറ്റബിളിൻ്റെ മസാല, വെജിറ്റബിൾ സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കാനാണ്. വെജിറ്റബിൾ സമൂസയുടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതാ വലിയൊരു ചട്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ചട്ടി ഇതുവരെ കണ്ടിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു 400 മില്ലി ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കൂട്ടുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയൊരു മിക്സിംഗ് ആണ് നടത്തുന്നത്. ഒരു 600 സമൂസയ്ക്കുള്ള ഒരു മിക്സിംഗ് ആണ്. 600 വെജിറ്റബിൾ സമൂസയ്ക്കുള്ള ഒരു മിക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. 600 സമൂസക്കില്ല കേട്ടോ മിക്സ് ചെയ്യണത്, ചെറുതാണ്.
ഇതേപോലെ 10 പ്രാവശ്യം ഇവിടെ ചെയ്യേണ്ടി വരും 5000 സമൂസ ആണെങ്കിൽ. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്ന ഒരു 300 ഗ്രാം കടുകാണ്. കടുക് ഇടുകയാണ്. അപ്പോൾ 400 ഗ്രാം പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കട്ട് ചെയ്തത് ഒരു 300 ഗ്രാം ഉണ്ടാവും. 300-400 ഗ്രാം തന്നെ ഉണ്ടാവും. ഓക്കെ, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 400 ഗ്രാം അതേപോലെ തന്നെ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 7 കിലോ ഇതിലേക്ക് ഇടുകയാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഉള്ളി വാടിയിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ വെജിറ്റബിൾ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിളും ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മുളകും പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഒരു 100 ഗ്രാം. വളരെ കുറച്ചിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്തതിന് അതുകൊണ്ട് എരിവ് ഉണ്ടാവും. അപ്പോൾ അതിന് ആവശ്യമായ കുറച്ച് മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ് കേട്ടോ. കുരുമുളക് പൊടി എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അടുത്തതായിട്ട് പച്ചപ്പട്ടാണി കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വലിയ ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇപ്പം അടിപൊളി വാസനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോമ്പ് മുറിയിലേക്കൂടെ. അടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പാണ്. ചപ്പ് സ്റ്റവ് ഓഫ് ചെയ്യുക. പിന്നെ സ്റ്റവിൻ്റെ ആവശ്യമില്ല, ചൂടിൻ്റെ ആവശ്യമില്ല. മസാല ഇവിടെ എത്തി. അതിനുശേഷം അവിടെ നിരത്തിയിട്ട് കൊടുക്കുകയാണ്. ഇനി ചുറ്റാൻ പോവാണ് അല്ലേ. അപ്പോൾ ചുറ്റൽ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോണം. ഇതേപോലെ ഓല എടുക്കുക. ഓല എടുത്തതിന് ശേഷം ചെയ്യാൻ പോകുന്നതാണ് ഇതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം മൈദ ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പശ തേച്ച് കൊടുക്കുന്നു. പശ തേച്ച് കൊടുത്തതിന് ശേഷം, പശ എന്ന് പറഞ്ഞാൽ മൈദ തന്നെ കേട്ടോ. മൈദ മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പശയാക്കി മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ അതിലേക്ക് ഫില്ല് ചെയ്തു. അതിനുശേഷം മൈദ വീണ്ടും ചേർത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിയെടുക്കുന്നു. അയ്യായിരം സമൂസ ചുറ്റാനായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ പ്രസാദ് ഏട്ടാ, എത്ര സമയം എടുക്കും ഇനി? ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴേക്കും ഏകദേശം ആവും. ആ സമയത്ത് നമുക്കിത് മൊത്തമായിട്ടൊന്ന് കാണിക്കാം. അതിനുശേഷം പൊരിച്ചെടുക്കാം അല്ലേ? അതിൻ്റെ ശേഷം പൊരിച്ചെടുക്കാം. അപ്പോൾ ലൈവ് പൊരി കടയിലാണ്. കടയിൽ നിന്നാണ് കസ്റ്റമർ മുന്നിൽ നിന്നാണ് നമ്മൾ ലൈവായിട്ട് ഇത് പൊരിച്ചെടുക്കുന്നത്, പൊരിച്ച് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ വെച്ചാൽ ഇവിടെ ചുറ്റി വെക്കും. അതിനുശേഷം കസ്റ്റമർ വരുമ്പോൾ നമ്മളെ സാധനം വാങ്ങാനായിട്ട് ആൾ വരുന്ന സമയത്ത് അവരെ മുന്നിൽ തന്നെ പൊരിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇത് ചുറ്റി എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഷോട്ടുകൾ കാണാം. അപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. അതിനുശേഷം കാണാം. അങ്ങനെ ഗൈസ് 5000 സമൂസയാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് കേട്ടോ. ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിളും അടക്കി 5000 സമൂസ റെഡി ആയിരിക്കുകയാണ്. പ്രസാദേട്ടൻ അതൊക്കെ എന്താ പറയുക മാനേജ് ചെയ്യാനായിട്ട് കുറേ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ സെറ്റപ്പായിട്ട് തന്നെ 2-3-4 മണിക്കൂറോട് പറഞ്ഞത് ഇത് മുഴുവനായിട്ട് ചിറ്റി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് ഇനി പൊരിച്ചെടുക്കാം. കടയിൽ പോയിട്ട് ലൈവായിട്ട് പൊരിക്കുകയാണ്. ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുകയാണ്. ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇനി അടുത്ത കാഴ്ചകൾ ഇത് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ. സംഭവം അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ലൈവായിട്ട് പൊരിച്ച് കൊടുക്കുന്നത് ഇവിടെ എത്തിയിട്ടു. അതായത് സുരയ്യയുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അടിപൊളിയായിട്ട് ചൂടായി നിൽക്കുകയാണ്. വായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പിടിച്ചു വെച്ചാട്ടോ, പെട്ടെന്നേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഇട്ടല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതേപോലെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച് നിൽക്കുന്ന എണ്ണ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇതിൻ്റെ ഫൈനലായി. ഇപ്പോൾ തന്നെ കളർ ചെറുതായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്.
ഭയ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഭയം തന്നെ തോന്നുന്നുണ്ട്, കാരണം മാസ്ക് എല്ലാവരും ഇട്ടിട്ട് ആരൊക്കെയാണ് ചെയ്യണമെന്ന് അറിയില്ല. ഏതായാലും ഇതോട് കൂടി ഇത് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് നേരം ഒന്ന് വെക്കുക, അതിനുശേഷം കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടി ഇട്ടിട്ടില്ല, അത്രയ്ക്ക് ചൂടാട്ടോ. അതായത് സമൂസ നമുക്ക് അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് നമ്മളതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ അടിപൊളിയായിട്ടുണ്ട്, ഫുള്ളായിട്ട് നമ്മൾ കോരി എടുത്തു. ഇതിനാ പീസ് 70 പീസോളം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഏകദേശം, ഒറ്റ പ്രാവശ്യം. അതേപോലെ നമുക്ക് 5000 പീസ് പൊരിച്ചെടുക്കാണ്ട്, അതായത് വെജിറ്റബിൾ ഒരു 3000, അതുപോലെ തന്നെ ബാക്കി ചിക്കനൊക്കെ ആയിട്ട് അങ്ങനെ ടോട്ടൽ 5000 പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. നല്ല ചൂടല്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. സമൂസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ സുരയ്യ ബേക്കറിയിലെ എന്താ പറയുക, അവരുടെ സഹായം കൊണ്ട് നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസക്ക് പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് മാത്രമല്ല, ഇവിടുന്ന് വാങ്ങുന്ന സമൂസക്ക് വലിയ പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഓല ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നീക്കും. നമ്മളെ ഏട്ടൻ ഇവിടെ കേട്ടോ ഭയങ്കര തിരക്കിലാണ്, കാരണം നമ്മൾ ഇവിടുന്ന് പൊരിക്കാനായിട്ട് ഇങ്ങോട്ട് ഷോപ്പിലേക്ക് തന്നെ വന്നാട്ടോ. ഈ ഷോപ്പ് എന്ന് പറയുന്നത് കീശേരി അങ്ങാടിയിൽ നിന്ന് കുറച്ചിട്ട് പോകുന്നുണ്ട്. കീശേരി അങ്ങാടിയിൽ വലിയ സുരയ്യ ബേക്കറി എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയാണ് അരികോട് റോഡിന് പാലത്തുപ്രായി എന്ന് പറയുന്ന ഈ സ്ഥലത്താട്ടോ. എല്ലാവർക്കും ഇവിടെ എല്ലാ ഏകദേശം ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഫ്രഷായിട്ട് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്ന കേട്ടോ, കാരണം ഇവരെ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന അല്ലേ. നമ്മളിങ്ങനെ ഒരു 2-3 വീഡിയോ ചെയ്തു. അപ്പോൾ സമൂസയുടെ വീഡിയോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സഹകരിച്ചു വന്നു. നമ്മളിപ്പോൾ രാവിലെ മുതൽ ഇവരെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗീവ് അവേ പങ്കെടുക്കാനായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. മാസ്റ്റർ പീസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.